ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ വീഡിയോ റിസോർട്ടിനെ പറ്റിയിട്ടാണ്. അതെ, കോർഫക്കാനിലെ നമ്മുടെ അൽവാദിയ റിസോർട്ടിനെ പറ്റിയിട്ടാണ്. മെയിൻ എൻട്രൻസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ലോണും ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 10-20 പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റിംഗ് ഏരിയ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് വലിയൊരു സ്വിമ്മിംഗ് പൂൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്വിമ്മിങ് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വില്ലയ്ക്കകത്തോട്ട് വരുമ്പോൾ അതേ ഫസ്റ്റ് നമുക്ക് സിറ്റ് ഔട്ട് ഏരിയ കാണാൻ പറ്റും. പിന്നെ വലിയ വൈഡായിട്ടുള്ളൊരു ഏരിയയാണ് ഈ സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല റൂംസ് കാണാൻ പറ്റും. ഒരു 3 റൂംസും ഒരു ലിവിങ് ഏരിയ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. മുകളിലോട്ട് ഗെയിം ഏരിയ ആണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. മെയിൻ ഹാളിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് കാണുന്ന ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. കപ്പിൾ ബെഡ്റൂമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നവർ. കബോർഡും ബാത്റൂമൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ഇറങ്ങിയ നെക്സ്റ്റ് റൂം എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു വലിയ റൂം തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ബെഡും മറ്റു കാര്യങ്ങളൊക്കെ സ്പേഷ്യസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇപ്പോൾ സോഫയായിട്ടാണ് ഇത് കാണുന്നത്. പിന്നീട് നമുക്ക് ബെഡായിട്ട് മാറ്റാം. ഇതിൽ ബാത്റൂം ആണെങ്കിലും തരക്കേടില്ലാതെ വലിയ ബാത്റൂമാണ് ഉള്ളത്. പിന്നീട് ഒരു ബെഡ്റൂം അവിടെ ഉണ്ട്. അവിടെ ആൾക്കാരൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയ ഇത്തിരി വൈഡാണ്. നമുക്ക് ഒത്തിരി പേർക്ക് ഇതിനകത്ത് ഇരുന്ന് സ്പെൻഡ് ചെയ്യാം, പാർട്ടി ചെയ്യാം, TV കാണാം. പിന്നെ ഇതിനകത്ത് റെസ്റ്റ് റൂമും അവൈലബിൾ ആണ്. നല്ലൊരു റൂം. മേളോട്ട് കയറുമ്പോഴത്തേക്കും ഇവിടാണ് നമുക്ക് ഗെയിം ഏരിയസ് ഒക്കെ ഉള്ളത്. ബാൽക്കണിയിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ഫുൾ അവർ ഗ്രീനറി മാറ്റ് വെച്ചിട്ട് അറേഞ്ച് ചെയ്തേക്കാണ്. സോഫാസെല്ലാം ഇപ്പോൾ തൽക്കാലം ചൂട് കാരണം അവർ കവർ ചെയ്തിട്ടേക്കുവാണ്. നമുക്ക് നൈറ്റ് ടൈമിലൊക്കെ ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് എൻജോയ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി നമ്മൾ പോകുന്ന ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചൺ ഔട്ട്സൈഡിലാണ്, പക്ഷേ നല്ല വലിയൊരു കിച്ചണാണ്. എല്ലാ സൗകര്യത്തോടുള്ള ഒരു കിച്ചണാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഞങ്ങൾ ഗ്രില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം പൂളിൽ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ പൂളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഗ്രില്ലിംഗ് ഒക്കെ ചെയ്യാമെന്നുള്ള പരിപാടിയിലാണ്. അതിനുള്ള പരിപാടികൾ ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് പൂൾ ടൈമായി. ഞങ്ങളെല്ലാം പൂളിനകത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വരാവേ. പൂളിൽ നിന്നെല്ലാം കയറിയിട്ട് ഞങ്ങൾ വീണ്ടും ഗ്രില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ, ബാർബിക്യൂ ആവട്ടെ, ചിക്കൻ ഗ്രില്ല്, ഫിഷ് ഗ്രില്ല്, പ്രോൺസ് ഗ്രില്ലെല്ലാം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത്. കുറച്ചെല്ലാം ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾ ഇതെല്ലാം കാണുക. ഹോപ്പ് യു എൻജോയ് അവർ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.